മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേഖയും അനന്തവുമാണെങ്കിൽ മഹാലക്ഷ്മിയെ അവിടെ തന്നെ നിർത്തേണ്ട, നമ്മുടെ അടുത്തോട്ട് നിർബന്ധിച്ച് കൊണ്ടുവരണമെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മി വന്നില്ലെങ്കിൽ നമ്മൾക്ക് അവിടെ താമസിക്കുക തന്നെ ചെയ്യാം ലേഖ എന്നൊക്കെ അനന്തമാണെങ്കിൽ ലേഖയോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കണ്ണനും മാർക്കോയും സംഘവും എല്ലാം മലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാർക്കോയാണെങ്കിൽ പറയുന്നുണ്ട്, നമുക്ക് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ എരുമേലിക്ക് എത്തിയില്ലെങ്കിൽ പോലീസുകാർ നമ്മളെ തടഞ്ഞു നിർത്തും, പിന്നെ അങ്ങോട്ട് കയറാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനോട്. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള യാത്ര വളരെ ദുഷ്കരമാണെന്നെല്ലാം മാർക്കോ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്ത് സഹിച്ചാണെങ്കിലും എനിക്ക് അയ്യപ്പ ഭഗവാനെ നേരിൽ കാണണം, അതുകൊണ്ട് എന്തും സഹിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്നെല്ലാം മാർക്കോനോടായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഒന്നിച്ച് നടന്നു പോകാനൊന്നും എനിക്കും ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ എൻ്റെ ജന്മത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ അതെല്ലാം അയ്യപ്പസ്വാമി എനിക്ക് സാധിച്ചു തന്നില്ലേ, അതുകൊണ്ട് എനിക്ക് അയ്യപ്പസ്വാമിയെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്നെല്ലാം കണ്ണനാണെങ്കിൽ ഇവരോടെല്ലാമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് അമ്മയാണെങ്കിൽ കണ്ണൻ്റെ കൂടെ പോയിട്ടുള്ള മാർക്കോയ്ക്കും കൂട്ടർക്കുമെല്ലാമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അയ്യപ്പസ്വാമിയോടായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് മേഘനാഥനോടായിട്ട് വാമദേവൻ പറയുന്നുണ്ട്, നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നറിയില്ല, ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യവും കണ്ണന് നേരെ നടന്നിട്ടില്ല, അതുകൊണ്ട് ഈ കാര്യവും നടക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം സംശയമാണ്. ഇത് നടന്നില്ലെങ്കിൽ നീ ഇനി ഒരിക്കലും കണ്ണൻ്റെ പിറകെ ശല്യം ചെയ്യരുത്, ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങളാണിപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതെന്നെല്ലാം വാമദേവൻ പറയുന്നുണ്ട്. ആ കണ്ണൻ്റെ അച്ഛനോട് ഞാൻ ചെയ്തിട്ടുള്ള ക്രൂരത കാരണം ഇടയ്ക്കിടയ്ക്ക് അയാൾ എന്നെ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്നെല്ലാം വാമദേവൻ ഉപദേശിക്കുന്നുണ്ട് മേഘനാഥനോട്. ഇത്തവണ അതെല്ലാം നടക്കും വച്ചാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ എല്ലാ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഈ പ്രാവശ്യം അയ്യപ്പസ്വാമി നമ്മുടെ കൂടെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അവരെ ഒരിക്കലും വിചാരിക്കാത്ത ഒരു അറ്റാക്കാണ് അവരുടെ നേരെ നടക്കുന്നത്, അതുകൊണ്ട് അവരെല്ലാ കാര്യത്തിലും പതറിപ്പോവും, അതുകൊണ്ട് നമ്മളുടെ കാര്യം തന്നെയാണ് വിജയിക്കുന്നതെന്നെല്ലാം മേഘനാഥനാണെങ്കിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് ചോദിക്കുന്നുണ്ട്, എടാ എപ്പോഴത്തെ പോലെയും ഇത് പാളിപ്പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, അമ്മേ ഈ കാര്യത്തിൽ എനിക്കും ചെറിയൊരു വിശ്വാസമൊക്കെ ഉണ്ട്. മേഘനാഥനാണെങ്കിൽ നല്ല കരുത്തായ ഗുണ്ടകളെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും അത് പാഴായി പോയില്ല. കാരണം അവരുടെ കയ്യിലൊരു ആയുധം പോലുമില്ല, ആയുധങ്ങളെല്ലാം കൊണ്ടല്ലേ ഗുണ്ടകൾ പോയിരിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കണ്ണനും കൂട്ടർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇനി അവൻ ഒരിക്കലും തിരിച്ചു വരുമെന്ന് അമ്മ പ്രതീക്ഷിക്കേണ്ട, അവൻ്റെ അവസാനമാണ് ഇതോടുകൂടി നടക്കാൻ പോകുന്നതെന്നെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ. പക്ഷേ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, അവൻ്റെ ശവം കാണാതെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കിടക്കാൻ സമയവും കണ്ണന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ ഒരു ദുസ്വപ്നം കണ്ട് തന്നെ എണീക്കുകയാണ്. കണ്ണേട്ടന് എന്തോ സംഭവിച്ചതായിട്ട് ഞാനിപ്പോൾ ഒരു ദുസ്വപ്നം കണ്ടു, അതുകൊണ്ട് എനിക്ക് പേടിയാകുന്നു മഞ്ജു, കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ആകെ പരിഭ്രാന്തിയായിട്ട് ഇരിക്കുകയാണ് മഞ്ജു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കെടാവിളക്കെല്ലാം കെട്ടുപോയില്ലേ എന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ആ അയ്യപ്പസ്വാമിയുടെ മുൻപിലോട്ട് വരുന്നുണ്ട്. പക്ഷേ വിളക്കാണെങ്കിൽ അണഞ്ഞിരിക്കുന്നു. ഇത് കാണുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ പേടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അയ്യപ്പനെ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് മഹാലക്ഷ്മി, എൻ്റെ കണ്ണേട്ടനെ കാത്തുകൊള്ളണേ, എൻ്റെ കണ്ണേട്ടനെ ഒരു ആപത്തും വരുത്താതെ എനിക്ക് തിരിച്ചു തരണേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് മഹാലക്ഷ്മി. പിന്നീട് ദുർഗയും കരുണയുമാണെങ്കിൽ കണ്ണൻ്റെ ഒരു വിവരവും അറിയാത്തത് കൊണ്ട് ആകെ അസ്വസ്ഥതയായിട്ട് തന്നെ നിൽക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന മഹാലക്ഷ്മിയോടായിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് സന്തോഷമായല്ലോ, ഇനി അവൻ ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിലും നിനക്ക് എന്തായാലേ വിഷമം, നിനക്ക് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു തന്നിട്ടല്ലേ പോയത്, അവൻ ഇല്ലെങ്കിലും നിനക്കെന്ത് സന്തോഷകരമായിട്ട് ജീവിക്കാൻ, സ്വത്തുകളെല്ലാം നിൻ്റെ പേരിലോട്ടല്ലേ എഴുത്തന്നിരിക്കുന്നതെന്നല്ലൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണേട്ടനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്, അതുകൊണ്ട് കണ്ണേട്ടൻ്റെ സ്വത്ത് കണ്ടല്ല ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കണ്ണേട്ടൻ തിരിച്ചു വരുന്നത് വരെ എൻ്റെ നെഞ്ചിടിപ്പ് കൂടി തന്നെ ഇരിക്കുമെന്ന് നല്ല ചുട്ട മറുപടി പറയുന്നുണ്ട് ദുർഗയോടും കരുണയോടും. മഹാലക്ഷ്മിയുടെ മറുപടി കേട്ട് കരുണയ്ക്കും ദുർഗയ്ക്കും നല്ല അടി കിട്ടിയതുപോലെ ആകുകയാണ്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ സന്തോഷിക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ മറുപടി കേട്ട്. പിന്നീട് മഹാലക്ഷ്മിയോടായിട്ട് മഞ്ജു പറയുന്നുണ്ട്, നല്ല മറുപടി തന്നെയാണ് ഏട്ടത്തി കൊടുത്തത്, അവരത് ഇരന്ന് വാങ്ങിയതാണെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് കാനന പാതയിലൂടെ നടന്നു പോവുകയാണ് ഗുണ്ടകളെല്ലാം. അങ്ങനെ കണ്ണനെയും സംഘത്തെയും നിരീക്ഷിച്ചു കൊണ്ട് തന്നെയാണ് അവരുടെ നടപ്പ്. അവർക്ക് തക്കം കിട്ടിയാൽ കണ്ണനെ അപായപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.
അങ്ങനെ ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും കണ്ണനും കൂട്ടരുമെല്ലാം ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കല്ലിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ വിശ്രമവേളയിലാണ് ഈ അറ്റാക്ക് നടക്കുന്നത്. ആയുധങ്ങളുമായി കണ്ണൻ്റെയും മാർക്കോയുടെയും മുമ്പിലോട്ട് ചാടുകയാണ് നമ്മുടെ ഗുണ്ടകളെല്ലാം. അങ്ങനെ ഗുണ്ടകളെ അടിച്ചു വീഴ്ത്തി കണ്ണനെ മാർക്കോ ആണെങ്കിൽ അവരുടെ അടുത്തു നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു പരുവത്തിലാക്കുകയാണ് ഗുണ്ടകളെ മാർക്കോ. അങ്ങനെ എപ്പോഴത്തെയും പോലെ ഗുണ്ടകളെ അടിച്ചു വീഴ്ത്തി കണ്ണനെ ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷിക്കുകയാണ് നമ്മുടെ മാർക്കോ. പിന്നീട് കണ്ണനെയും കൊണ്ട് അയ്യപ്പ ഭഗവാന്റെ മുന്നിലെത്തുകയാണ് നമ്മുടെ മാർക്കോയും കൂട്ടരും. അങ്ങനെ അയ്യപ്പനെ കണ്ട് മനസ്സ് നിറഞ്ഞ് തൊഴുത് നമ്മുടെ കണ്ണനാണെങ്കിൽ തിരിച്ച് മലയിറങ്ങുകയാണ്. അങ്ങനെ മഹാലക്ഷ്മിയുടെ അടുത്ത് എത്തുന്ന കണ്ണനെയാണ് പിന്നീട് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.